മുനമ്പത്തേക്കാണ് പോകുന്നത്. മുനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നതിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. അതിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. നിലവിൽ മുനമ്പം ഭൂമി കേസ് സുപ്രീം കോടതിയുടെയും അതുപോലെ തന്നെ വഖഫ് ട്രൈബ്യൂണലിന്റെയും പരിഗണനയിലാണ് ഉള്ളത്. അതിനിടയിലാണ് സംസ്ഥാന വഖഫ് ബോർഡ് മുനമ്പത്തെ 404 ഏക്കർ വരുന്ന ഭൂമി അത് വഖഫ് സ്വത്തായി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉമീദ് പോർട്ടൽ എന്ന് പറയുന്നത് കേന്ദ്ര ഭേദഗതി പ്രകാരം രാജ്യത്തെ വഖഫ് സ്വത്തുക്കളെല്ലാം ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനൊരു കാലാവധി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അത് കഴിയുന്നതിന് മുൻപായി മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ LDF സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത് മുനമ്പത്തെ ഭൂമി അത് അവിടെ നിന്ന് ആരെയും കുടിയുറപ്പിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആർക്കും പോകേണ്ടി വരില്ല, എല്ലാ സംരക്ഷണവും നൽകും അവിടെയുള്ളവർക്ക് എന്നായിരുന്നു. അതിന്റെ ഭാഗമായ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു, അവിടെയുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതോടുകൂടി മുനമ്പത്തെ ജനത ഒരല്പം ആശ്വാസത്തിലായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ വീണ്ടും അത് വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തതോടെ അവർ വീണ്ടും ആശങ്കയിലാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്, നേരത്തെ അദ്ദേഹം പറഞ്ഞത് അത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമായിരുന്നു എന്നാണ്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം അതങ്ങനെ പരിഹരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് LDF സർക്കാർ പോകുന്ന പോക്കിലത് വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തത് എന്നാണ്. ഇനിയിപ്പോൾ കൂടുതൽ നിയമപ്രശ്നത്തിലേക്ക് ഈ വിഷയം പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് നോക്കാം. അജിംസ്, ഇതിപ്പോൾ ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഇന്ന് അത് തുടർന്നുണ്ടായ വാർത്തയും ആ വാർത്ത വന്നിട്ട് 2 ദിവസമായി. അതായത് ഇത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ള വാർത്ത വന്നിട്ട് 2 ദിവസമായി. അതിനോട് ഇന്ന് ദീപിക പത്രത്തിൻ്റെ എഡിറ്റോറിയലിലെ പ്രതികരണമുണ്ട്. അതിനോടാണ് യഥാർത്ഥത്തിൽ സതീശൻ്റെ പ്രതികരണം വരുന്നത്. ഇതെല്ലാം എക്സാജറേഷനാണ്. ഇതിപ്പോൾ നമ്മുടെ മുമ്പിൽ നടന്നിട്ടുള്ള കേവലമായൊരു പ്രൊസീജിയറൽ കാര്യം മാത്രമാണ്. അതായത് ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്നൊരു വഖഫ് ബോർഡിന് തോന്നുകയാണെന്ന് വെച്ചാൽ അവരുടെ വാദപ്രകാരം അതൊരു വഖഫ് ഭൂമിയാണ്. അങ്ങനെയല്ല എന്ന് വാദിക്കുമ്പോഴാണല്ലോ ഡിസ്പ്യൂട്ട് ഉണ്ടാവുക. അവർക്ക് അവരുടേതായ രേഖകളുണ്ടാവും, എതിർവാദത്തിനും രേഖകളുണ്ടാവും. അപ്പോൾ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? വഖഫ് ബോർഡിൻ്റെ കണക്കിൽ വഖഫ് ഭൂമിയായ സ്ഥലം എന്ത് ചെയ്യണം? ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് വഖഫ് ബോർഡിൻ്റെ നിലപാടാണ്, അത് വഖഫ് ഭൂമിയാണെന്നുള്ളത്. അതല്ല എന്ന നിലപാടുള്ളവരുണ്ടാവും, അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യും. പക്ഷേ ഉമീദ് പോർട്ടലിൽ ഒരു ഭൂമി രജിസ്റ്റർ ചെയ്തെന്ന് കരുതി അത് ആ ഭൂമിയുടെ ലാൻഡ് ഓണർഷിപ്പ് സംബന്ധിച്ച് അന്തിമ തീർപ്പാവുന്നില്ല. അത് കോടതിയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അന്തിമ തീർപ്പല്ല. അത് തീരുമാനിക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലാണ്. ഇപ്പോൾ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വഖഫ് ട്രൈബ്യൂണലിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് സുപ്രീം കോടതിയിൽ മറ്റൊരു കേസ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഉണ്ടായ ഒരു വിധി സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ സ്റ്റാറ്റസ് കോ നടത്തിയിട്ടുണ്ട്. സ്റ്റാറ്റസ് കോ എന്ന് വെച്ചാൽ വഖഫ് ഭൂമിയാണ്, വഖഫ് ഭൂമി അല്ല എന്നുള്ള ഹൈക്കോടതിയുടെ പരാമർശവും നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള വഖഫ് ട്രൈബ്യൂണലിൽ കേസ് തുടരാം എന്നാണ് സുപ്രീം കോടതി വിധി. അപ്പോൾ ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കെ വഖഫ് ബോർഡ് എന്ത് ചെയ്യുന്നു? അത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വഖഫ് ട്രൈബ്യൂണലിലെ കേസിൽ ഈ മുനമ്പം നിവാസികളുടെയോ അത് വഖഫ് ഭൂമിയല്ല എന്ന് വാദിക്കുന്നവരുടെ വാദം ദുർബലമാകുന്നില്ല. കാരണം അത് അവിടുത്തെ വാദം എന്ന് പറയുന്നത് അതിൻ്റെ രേഖകൾ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ അത് വഖഫ് തന്നെയാണോ എന്നുള്ളത് സംബന്ധിച്ചാണ് അവിടെ വാദം. അതല്ലാതെ ഉമീദ് പോർട്ടലിലുണ്ട് എന്ന് കരുതി ഇത് ഭൂമി വഖഫ് ഭൂമിയായി എന്ന് വരുന്നില്ല. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി മന്ത്രി കിരൺ റിജിജു പാർലമെൻറ്റിലൊരു കണക്ക് വെച്ചിട്ടുണ്ട്. എത്ര ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൽ ഡിസ്പ്യൂട്ടഡ് ലാൻഡ് എത്രയുണ്ട്, എൻക്രോച്ച്മെൻറ്റുള്ള ലാൻഡ് എത്രയുണ്ട്, ഇതിന് കൃത്യമായ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്യൂട്ടഡ് ലാൻഡും ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. അത് 10,000 കണക്കിന് ഡിസ്പ്യൂട്ടഡ് ലാൻഡും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മന്ത്രി തന്നെ സംബന്ധിച്ച കാര്യമാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതല്ല ഇതിലെ ഈ ഉമീദ് പോർട്ടൽ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല. UP 31,000-ലധികം വഖഫ് ഭൂമികൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ക്യാൻസൽ ചെയ്തു. ആര് ക്യാൻസൽ ചെയ്തു? സർക്കാർ ക്യാൻസൽ ചെയ്തു. സർക്കാർ മീൻസ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നൊരു വെരിഫിക്കേഷൻ പ്രോസസ് ഉണ്ട് അതിൽ. കാരണം റവന്യൂ വകുപ്പാണല്ലോ അത് ചെയ്യേണ്ടത്, വെരിഫൈ ചെയ്യേണ്ടത്. UP യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ കീഴിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് 37,000 വസ്തുക്കൾ ഈ ഡോക്യുമെൻറ്റ് മിസ്മാച്ച് ആണെന്ന് പറഞ്ഞിട്ട് അവർ ക്യാൻസൽ ചെയ്തു. ഇനി അവരെന്ത് ചെയ്യണം? ഇനി ഇത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവർ ട്രൈബ്യൂണലിൽ പോകണം. അതായത് ആരെങ്കിലും ക്ലെയിം ചെയ്തിട്ടോ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടോ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരാതി പറഞ്ഞ് വഖഫ് ട്രൈബ്യൂണലിൽ പോയ കഥയല്ല നമ്മൾ പറയുന്നത്. ഇത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെന്നിട്ട് ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കും 37,000. അപ്പോൾ ഇവർ എന്ത് ചെയ്യണം? ഇനി ഒന്നേന്ന് തുടങ്ങണം, ഞങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥരാണെന്ന് തെളിയിക്കാൻ വേണ്ടി രേഖകളുമായി വഖഫ് ട്രൈബ്യൂണലിൽ പോകണം. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു ഭൂമി വഖഫ് ട്രൈബ്യൂണലിൽ രജിസ്റ്റർ ചെയ്തു എന്നതിൻ്റെ പേരിൽ അതിൻ്റെ സ്വഭാവം മാറിയുന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുന്നത്. അത് വസ്തുതാവിരുദ്ധമാണ്. അപ്പോൾ അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത് LDF സർക്കാരിൻ്റെ കാലത്തെ വഖഫ് ബോർഡിൻ്റെ ഡിസിഷനാണ്. LDF സർക്കാർ VS അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മീഷനാണ് അത് വഖഫാണ് എന്ന് ഫ്ലാഗ് ചെയ്യുന്നത്.
ആ ഫ്ലാഗ് ചെയ്തതിന് ശേഷം വഖഫ് ബോർഡ് അത് വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുകയും അവർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പിന്നീട് അത് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ എതിരഭിപ്രായമുള്ളത് ആർക്കാണ്? എതിരഭിപ്രായമുള്ളത് വി.ഡി. സതീശന് ഇത് വഖഫ് ഭൂമിയല്ല എന്ന അഭിപ്രായമാണുള്ളത്. അദ്ദേഹം നിയമപരമായോ രാഷ്ട്രീയമായോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ആ വാദത്തെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. ലീഗിൽ തന്നെ മറ്റു ചിലർക്ക് അതല്ല, അത് വഖഫ് ഭൂമിയാണെന്നുള്ള വാദവുമുണ്ട്. ഇത് അവരുടെ വാദത്തിന് ഇപ്പോൾ സതീശൻ ആണെന്നോ വഖഫ് ബോർഡ് ആണെന്നോ അല്ല സതീശൻ അല്ലെന്നോ വഖഫ് ബോർഡ് ആണെന്നോ CPM ആണെന്നോ ലീഗിലെ മറ്റുള്ളവർ അല്ലെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വഖഫ് ട്രൈബ്യൂണലും കോടതികളുമാണ് തീരുമാനിക്കേണ്ടത്. എന്നിരിക്കും ഇവരുടെ അഭിപ്രായത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉമ്മീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു, ഇതെല്ലാം ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നതെന്ന ദീപികയുടെ രോദനത്തിനും കാര്യമില്ല. ദീപിക എഴുതുന്നത് വലിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെയാണ്. മുസ്ലിം ലീഗ് അധികാരത്തിലുള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. സതീശന് ഇതുമായിട്ട് എന്താ ബന്ധം? സതീശൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഉമ്മീദ് പോർട്ടൽ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. LDF സർക്കാർ നിയോഗിച്ച വഖഫ് ബോർഡ് ചെയർമാനായ KSMC അത് മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുന്നത്. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്, അതിൽ പ്രൊസീജിയറലായിട്ടുള്ളൊരു കാര്യം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ സതീശൻ എന്താണ് റോള്? സതീശന് റോളും ഇല്ല. ആക്ച്വലി സതീശൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷേ സതീശൻ അതിനെന്ത് ചെയ്യുന്നു? രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. അദ്ദേഹം പറയുന്നതാണ് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന മുനും. അങ്ങനെയാണ് സതീശൻ അത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുന്നത്. അതാ എൻ്റെ സംശയം. എന്താണ് എങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുക? അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. സതീശനെ കൊണ്ട് സാധിക്കില്ല അത് പരിഹരിക്കാൻ. സതീശൻ എങ്ങനെയാണ് അത് പരിഹരിക്കുക? 10 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹം അത് പരിഹരിക്കുക? കാരണം കോടതിയുടെ മുമ്പിലിരിക്കുന്ന കേസിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ് ഞാനത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പറയുന്നത് അല്പത്തരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സാജറേഷനാണ് വിഷയത്തെ എക്സാജറേറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ദീപിക ചെയ്യുന്നത് എന്താണ്? ഈ കുറ്റം സതീശൻ്റെ തലയിലേക്ക് ഇടുന്നു. സതീശൻ എന്ത് ചെയ്യുന്നു? അത് LDFൻ്റെ തലയിലേക്ക് ഇടുന്നു. യഥാർത്ഥത്തിൽ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പ്രസ്താവനകളാണ്. പ്രശ്നം പരിഹരിക്കേണ്ടത് കോടതിയാണ്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നീതി ലഭിക്കണമെങ്കിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതി പക്ഷേ ഈ താമസിക്കുന്ന ആളുകൾക്ക് നീതി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ പ്രശ്നം കോംപ്ലക്സ് ആവുന്ന അവിടെയാണ്. കോടതി ഇതിൽ തീരുമാനിക്കുക ലാൻഡ് ഓണർഷിപ്പ് സംബന്ധിച്ചാണ്. അതിനർത്ഥം അവർക്ക് നീതി ലഭിക്കുമെന്നല്ല. അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കോടതി വിധി വന്നതിന് ശേഷം ഭരണകൂടം അവരെ പുനരുദ്ധരിപ്പിക്കണം. അതല്ലാതെ ഒരു പുതിയ നിയമനിർമ്മാണം കൊണ്ട് മാത്രമേ അതുകൊണ്ടും കഴിയില്ല. വഖഫ് ബോർഡിൻ്റെ വഖഫ് സ്വഭാവം നിർണ്ണയിക്കാൻ കഴിയില്ല. അപ്പോൾ നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് ഈ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പറയുന്ന സതീശൻ്റെ വാക്ക് അത് വ്യാജമാണ്. അപ്പോൾ ദാവൂദ് ഈ വി.ഡി. സതീശൻ നടത്തിയ ഇന്നത്തെ പ്രസ്താവന അതൊരു രാഷ്ട്രീയ ശരികേടായി പോയി എന്ന് പറയേണ്ടി വരില്ലേ? അല്ല, അത് വി.ഡി. സതീശൻ ഇന്ന് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന സംഭവം അത് വി.ഡി. സതീശനെതിരായിട്ടുള്ള ഒരു ആരോപണമായിട്ട് ക്രിസ്ത്യൻ സഭയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ദീപിക പത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ ഞാൻ ആളല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണ്. കാരണം ഇതിൽ തമാശ വെച്ചാൽ ഉമീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ഈ വഖഫ് അമെൻമെൻറ്റ് ആക്ടിന് ശേഷം അവരിട്ടൊരു പേരാണ്. അപ്പോൾ അവർ രാജ്യത്തെ മൊത്തം വഖഫ് പ്രോപ്പർട്ടീസ് ഒരു സെൻട്രലൈസ്ഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് നിഷ്കർഷ വെച്ചു. അത് ഈ വഖഫ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ കൂടെ ഭാഗമാണ്. അതിന് ഡെഡ് ലൈൻ വെച്ചു. ആ ഡെഡ് ലൈൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 2025 ഡിസംബർ മറ്റായിരുന്നു ഡെഡ് ലൈൻ. ആ ഡെഡ് ലൈൻ വിവിധ വഖഫ് ബോർഡുകളും മുസ്ലിം സംഘടനകളും കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. അത് നീട്ടിക്കിട്ടാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ഒരു നാഷണൽ വൈഡ് എക്സ്റ്റൻഷൻ കൊടുത്തില്ല. ഓരോ സംസ്ഥാനത്തെയും വഖഫ് ട്രിബ്യൂണലിനെ ബന്ധപ്പെട്ടിട്ട് നീട്ടിയെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നീട്ടിയെടുത്തു. കേരളത്തിൽ അത് മെയ് 17 മറ്റാണ് നീട്ടി കിട്ടിയത്, എക്സ്റ്റെൻഡ് ചെയ്തത്. എഗൻ എനിക്ക് ജൂണിലേക്ക് മറ്റോ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ മെയ് മിഡിലാണ് ഈ പണി നടക്കുന്നത്. ഈ ഉമീദ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ പുതിയ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ സതീശൻ ഗവൺമെൻറ് വന്നിട്ടില്ല. LDF സർക്കാർ നിശ്ചയിച്ച ഒരു വഖഫ് ബോർഡ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചെയ്ത പണിയാണെന്ത് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത്. പണിയാണെന്ന് പറയുമ്പോൾ ഞാൻ നെഗറ്റീവ് സെൻസിലല്ല കേട്ടോ പറയുന്നത്. കാരണം വഖഫ് പ്രോപ്പർട്ടികൾ മുഴുവൻ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിഷ്കർഷയാണ്. ഉമീദ് പോർട്ടലിൻ്റെ ഉടമസ്ഥൻ ആരാണ്? കസ്റ്റോഡിയൻ ആരാണ്? അത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ദീപികയുടെ മുഖപത്രത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കുമില്ലല്ലോ. അങ്ങനെ വേണ്ടേ? അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഉണ്ടാക്കി വരുന്ന നറേറ്റീവാണ്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സർക്കാർ അധികാരത്തിൽ വന്നു, അപ്പം തന്നെ എന്ത് ചെയ്തു? ഇത് കൊണ്ടുപോയി അവിടെ രജിസ്റ്റർ ചെയ്തു എന്നുള്ള നിലക്കുള്ള പ്രചാരണമാണ് നടക്കുന്നത്. അത് സത്യസന്ധമല്ലാത്ത പ്രചാരണമാണ്, വസ്തുതാവിരുദ്ധമാണത്. കാരണം സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അല്ല മുഖ്യമന്ത്രി ആയതിനു ശേഷം സംഭവിച്ച കാര്യമേ അല്ല ഇത്. മുസ്ലിം ലീഗിന് ഇതിലൊരു പങ്കുമില്ല. ഈ സർക്കാർ വരുന്നതിന് മുമ്പ് മുൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വഖഫ് ബോർഡ്, ആ വഖഫ് ബോർഡ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ വഖഫ് ബോർഡ് ചെയ്തതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ള അവരൊരു ഉത്തരവാദിത്തമാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് അജിംസ് പറഞ്ഞു രാജ്യത്ത് എല്ലായിടത്തും ഇത് നടക്കുന്നത്. 6,29,000 വഖഫ് പ്രോപ്പർട്ടീസ്
ഇതിനകം വഖഫ് പോർട്ടൽ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിൽ 2,47,000-ഓളം പ്രോപ്പർട്ടീസാണ് വാലിഡേഷൻ കഴിഞ്ഞിട്ടുള്ളത്. 10,000-ന് മേലെ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ 31,000 പ്രോപ്പർട്ടീസ് യു പിയിൽ നിന്ന് മാത്രമാണ്. ബാക്കിയുള്ളത് വാലിഡേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഇതൊരു ലീഗൽ പ്രോസസ്സാണ്. അപ്പോൾ അത് ഒരാൾ ഉമീദ് പോർട്ടലിൽ ഒരു മുത്തവല്ലി അല്ലെങ്കിൽ വഖഫ് ബോർഡ് ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഓൾ ഓഫ് എ സഡൻ അത് വഖഫ് പ്രോപ്പർട്ടി ആവുകയല്ല ചെയ്യുന്നത്. അതിനൊരു വാലിഡേഷൻ പ്രോസസ്സ് ഉണ്ട്, അതിൽ റിജക്ഷനുണ്ട്, ഡിലീഷനുണ്ട്, ക്യാൻസലിംഗ് ഉണ്ട്, വാലിഡേഷനും ഉണ്ട്. അപ്പോൾ പക്ഷേ അത് നടക്കണം എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. കാരണം അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നല്ല പ്ലോട്ട് ഏരിയ വേണം, ബൗണ്ടറീസ് വേണം. ഈ വാലിഡേഷൻ പ്രോസസ്സ് കടക്കാത്ത ഈ പ്രോപ്പർട്ടിയിൽ മഹാഭൂരിപക്ഷം എന്താ സംഭവം എന്നറിയോ? കൂടുതൽ ഈ പ്ലോട്ട് ഏരിയ ഡിസ്ക്രിപ്പൻസീസാണ് അതിനകത്തുള്ളത്. അതേമാതിരി ഈ മാപ്പിംഗ്, അതിന് മാപ്പ് ശരിയായില്ല, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിസ്ക്രിപ്പൻസീസ് വന്ന സംഗതികൾ പോലും വാലിഡേഷൻ ആ ത്രഷോൾഡ് കടന്നിട്ടില്ല. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള വളരെ സാമാന്യമായിട്ടുള്ള ഒരു ലീഗൽ പ്രൊസീജിയറാണ് വഖഫ് ബോർഡ് ചെയ്തിരിക്കുന്നത്. വഖഫ് ബോർഡിനെ സംബന്ധിച്ച് അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവർ വഖഫ് ലാൻഡ് ആണ് എന്ന് കരുതുന്ന ഒരു പ്രോപ്പർട്ടി അത് കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിൽ ഇതിൻ്റെ ഡാറ്റാബേസ് ആയിട്ട് അവർ വെച്ചിട്ടുള്ള പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ട അവരുടെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. കാരണം അവരാണല്ലോ അതിൻ്റെ കസ്റ്റോഡിയൻ. ഇനി ഈ പ്രോപ്പർട്ടി അത് വഖഫ് പ്രോപ്പർട്ടിയാണോ അല്ലേ അത് സബ്ജുഡൈസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വഖഫ് ട്രിബ്യൂണൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതുവരെ 1950 അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ കോടതി വ്യവഹാരങ്ങളും അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്നാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 70കളിൽ നടന്നിട്ടുള്ള പറവൂർ കോടതിയിൽ നടന്നിട്ടുള്ള വ്യവഹാരങ്ങളുണ്ട്. അതിനുശേഷം കഴിഞ്ഞ വർഷം ഡിസംബറിലും കേരള ഹൈക്കോടതിയിൽ പല ഘട്ടങ്ങളായിട്ട് നടന്നിട്ടുള്ള വ്യവഹാരങ്ങളുണ്ട്. അതിലെല്ലാം വഖഫ് പ്രോപ്പർട്ടിയാണെന്നാണ് കോടതികൾ പറഞ്ഞിട്ടുള്ളത്. ആകെ വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞത് 2025 ഒക്ടോബർ 25 കേരള ഹൈക്കോടതിയാണ്. പക്ഷേ ഡിസംബർ 12 അത് സുപ്രീം കോടതി എന്ത് ചെയ്തു? സ്റ്റേ ചെയ്തു, സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. കാരണം അങ്ങനെ പറയാൻ അതല്ല, വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം. ഇപ്പോൾ അത് വഖഫ് പ്രോപ്പർട്ടിയാണ്, ലീഗലി അത് വഖഫ് പ്രോപ്പർട്ടിയാണ്. അതിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എഗൈൻ അത് സബ്ജുഡൈസ് ആണ്. അപ്പോൾ അത് ഉമീദ് പോർട്ടലിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളത് എന്തോ ഒരു ഭൂഗോള സംഭവം സംഭവിച്ചു എന്ന അർത്ഥത്തിൽ അതിൽ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് അധികാരത്തിലുള്ളതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇതൊക്കെ വ്യാജമായ പ്രചാരണമാണ്. സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നടത്തുന്ന പരിപാടികളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ ഫാറൂഖ് കോളേജാണ്. ഫാറൂഖ് കോളേജിന് വേണ്ടിയാണല്ലോ ഈ പ്രോപ്പർട്ടി വഖഫ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫാറൂഖ് കോളേജിൻ്റെ വാദം എന്താണ്? അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളത്. ഇതിലേറ്റവും വലിയ തമാശ അതാണ്. അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളതാണ് അവരുടെ വാദം. പക്ഷേ വഖഫ് ബോർഡ് എന്താണ് പറയുന്നത്? വഖഫ് പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ശരിയായ ഫാറൂഖ് കോളേജ് അതിൻ്റെ ശരിയായ വിധത്തിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വഖഫ് ബോർഡ് സ്വയം തന്നെ മുത്തവല്ലി സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം ഒരു വഖഫിൻ്റെ ഒരു കസ്റ്റോഡിയൻ അത് ശരിയാം വിധം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? വഖഫ് ബോർഡിനുണ്ട്. അപ്പോൾ ഇങ്ങനെ സങ്കീർണമായ കുറേ സംഗതികളുള്ളതാണ്. പക്ഷേ ഇതിലുള്ള ഞാൻ അപകടം കാണുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ 1-ാമത്തെ പേജിൽ ഒരു വാർത്തയുണ്ട്. വിചിത്രമെന്നോ പരിഹാസ്യമെന്നോ പറയാവുന്നതാണ്. ആ വാർത്തയുടെ തലക്കെട്ട് ഞാൻ വായിക്കാം. ഭൂമി വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തു, മുനമ്പത്ത് വീണ്ടും ആശങ്ക. ഇത് ആര് രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്? ഈ ദേശാഭിമാനി പത്രം നടത്തുന്ന CPM ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു വഖഫ് ബോർഡ് അവരുടെ PB അംഗം കാവൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ പണിയെടുക്കുന്നത്, ഈ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന സംഗതി നടക്കുന്നത്. ഈ വഖഫ് ബോർഡ് സാധാരണ വഖഫ് ബോർഡിൽ മുസ്ലിം ലീഗിൻ്റെ ഏത് സർക്കാർ ഭരിച്ചാലും മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. MLA കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നോ മുത്തവല്ലി നിന്നോ. പക്ഷേ ഇത്തവണ CPM പ്രതിനിധികൾ മാത്രമുള്ള വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേക്കുറിച്ചാണ് CPMൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി എഴുതുന്നത്. വഖഫ് സ്വത്തായിട്ട് രജിസ്റ്റർ ചെയ്തു, മുനമ്പത്ത് വീണ്ടും ആശങ്ക. ഇതെന്താണ്? ഇതിൽ ലളിതമായി പറഞ്ഞാൽ അളിഞ്ഞ പരിപാടിയാണ്. ആശങ്ക ഉണ്ടാക്കുക, ആശങ്ക ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തി എന്ത് അളിഞ്ഞ രാഷ്ട്രീയമാണോ CPM നടത്തിയത്, അതേ രാഷ്ട്രീയം മുനമ്പത്ത് മുൻനിർത്തി കേരളത്തിൽ കളിക്കാൻ അവർ ഒരുങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ദേശാഭിമാനിയിലെ വാർത്താ തലക്കെട്ട്.
യെസ്, അതാണ് എന്തായാലും മുനമ്പം ഭൂമി പ്രശ്നം എന്ത് അതൊരു സങ്കീർണമായ നിയമപ്രശ്നം തന്നെയാണ്. അതിലിനിയിപ്പോൾ ഒരു അന്തിമ തീർപ്പിലെത്തേണ്ടത് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലോ ആണ്. അതല്ലാതെ ഏതെങ്കിലും നേതാക്കൾക്കോ ഇനി മുഖ്യമന്ത്രി പറയുന്നതിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. അതിൽ നിയമപരമായ ഒരു പരിഹാരം തന്നെ വരട്ടെ.